ഇത്ര തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് പിന്നെ 21,000 രൂപ ശമ്പളം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്, വേതന വർധനവ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പായും ചെയ്യണം, അതൊരു ബോധ്യം നമുക്കുമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ബാക്കി അവിടെ നിൽക്കട്ടെ, കേരളം ഇത്ര രൂപ കൂടി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു, അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പറഞ്ഞ് സമരം തീർക്കാനുള്ള നടപടി യഥാർത്ഥത്തിൽ നടത്തേണ്ടതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള നിരവധി ആസൂത്രണങ്ങൾ അതുപോലെ സാമൂഹ്യക്ഷേമ നടപടികൾ അവിടെ നടത്തുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് പാറ്റേണിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊരു ഫെഡറൽ ഭരണ വ്യവസ്ഥയാണല്ലോ. സംസ്ഥാനങ്ങൾ സ്വതന്ത്രമല്ല, സർവാന്തര സ്വതന്ത്രമായി സംസ്ഥാനങ്ങൾക്ക് അവിടുന്ന് നികുതി പിരിച്ച് അവിടെ ചിലവാക്കി അവർക്ക് തോന്നുന്ന പോളിസി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും കഴിയുന്നില്ല. ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ തുടരുന്ന രാജ്യത്തിനകത്ത് ഇടതുപക്ഷം വന്നാലും കുറേ സാമൂഹ്യക്ഷേമ നടപടികൾ സംസ്ഥാനങ്ങളുടെ റിസ്കിൽ ആരംഭിക്കാമെന്നല്ലാതെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. പക്ഷേ അത് നടപ്പിലാക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടാവണ്ടേ? കാശ് നമുക്ക് സ്വതന്ത്രമായിട്ടുണ്ടാക്കാനും ചെലവഴിക്കാനും കഴിയുന്നതല്ലല്ലോ ഒരു ഫെഡറൽ ഭരണ വ്യവസ്ഥ. ഒരു ഡെമോക്രാറ്റിക് ഫെഡറലിസം ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന നികുതി കാശ് ഇവിടെ വരുമ്പം താഴേക്ക് കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറേ കൂടി സോഷ്യലിസ്റ്റ് പാറ്റേൺ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും, നടപ്പിലാക്കാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചാലും അത്തരത്തിലുള്ള എല്ലാവർക്കും മിനിമം വേതനം, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ, അവർക്ക് മിനിമം വേതനമില്ല. പല മേഖലകളിലും മിനിമം വേതനം നമ്മൾ മുദ്രാവാക്യമായിട്ട് വിളിച്ചെങ്കിലും ആയിട്ടില്ല. ഗവൺമെൻറ് സെക്ടറിലുണ്ട്, അത് ശരിയാണ്. പക്ഷേ എല്ലാ മേഖലയിലും മിനിമം വേതനം എപ്പോഴാണോ സ്വപ്നം നടക്കുക? ഒരു സോഷ്യലിസ്റ്റ് സമൂഹമായിരിക്കണം, ഗവൺമെൻറ്റിന് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയ ആയിരിക്കണം. ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണോ ഇവർ പിന്തുടരുന്നത്? ഇവിടെ പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാവുക, പണക്കാർ കൂടുതൽ പണക്കാരായിട്ട് മാറുക. സാമൂഹ്യക്ഷേമം പൂർണ്ണമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കാർഷിക പരിഷ്കരണം നടത്തണം, വ്യവസായ മേഖലയിൽ പരിഷ്കരണം നടത്തണം. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് പോവുകയല്ല, പക്ഷേ ഇതൊന്നും പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കുമ്പോഴേ തുല്യ ജോലിക്ക് തുല്യ വേതനം, അല്ലെങ്കിൽ മിനിമം വേതനം, ജോലി ചെയ്യുന്നതിനനുസരിച്ച് ശമ്പളം, ഇതൊക്കെ മനുഷ്യൻ്റെ അവകാശമാണ്. പക്ഷേ ആ അവകാശം നടപ്പിലാക്കാൻ ഇന്ത്യൻ ഭരണാധികാരികളുടെ നയം അനുവദിക്കുന്നില്ല. ജനങ്ങളുടെ സമരം എങ്ങോട്ടാണ് സമരത്തിൻ്റെ മുഖം തിരിക്കേണ്ടത്? അത് ഇന്ത്യൻ ഭരണാധികാരികളുടെ ഭരണനയത്തിനെതിരായിട്ടാണ്. അതെന്തോ വലിയ പൊളിറ്റിക്സ് പറയുന്നു ഈ സമയത്ത് എന്നുള്ളതല്ല, അതാണ് യാഥാർത്ഥ്യം. വേറെ ഒരു സാധ്യതയും നമുക്കില്ല അതിനെതിരായിട്ട് പോരാടുക എന്നുള്ളതല്ലാതെ. ഈ പറയുന്ന വിഭാഗത്തിനെല്ലാം മിനിമം വേതനം ലഭിക്കേണ്ടതാണ്, അംഗൻവാടിക്കും ആശയ്ക്കും എല്ലാം. പക്ഷേ അവർ സെൻട്രൽ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള തുക തരണ്ടേ? നമുക്ക് ടാക്സ് ഷെയറിൻ്റെ 30% തരുന്നത്, യഥാർത്ഥത്തിൽ ഇവിടുന്ന് പിരിച്ചെടുക്കുന്ന ടാക്സിൻ്റെ 50%എങ്കിലും 70% തരണം. കാരണം 30% അവിടെ വെച്ചാൽ തന്നെ രാജ്യരക്ഷാ പോലുള്ള കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കും. പക്ഷേ 70% പോലും നമ്മൾ ചോദിക്കുന്നില്ല. 50% കെ എൻ ബാലഗോപാൽ ചോദിച്ചല്ലോ, നമ്മുടെ ബഹുമാനായിട്ടുള്ള ധനകാര്യമന്ത്രി. എന്തിനാണ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അതിനിടയ്ക്ക് GST വന്നു. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരു MLA ഫണ്ടിൽ നിന്ന് ഒരു 30 ലക്ഷം രൂപ അംഗൻവാടി എടുക്കാൻ വെക്കുന്നു എന്ന് കരുതൂ. നേരത്തെ ആ 30 ലക്ഷം രൂപക്ക് നല്ല കെട്ടിടം എടുക്കാം. ഇപ്പോൾ അതിൽ നിന്ന് 18% GST പോവുക. എങ്ങോട്ടാണ് GST പോകുന്നത്? സെൻട്രലിലേക്കാണ്. അതിനൊരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് തരുന്നൊക്കെ പറയുന്നുണ്ട്. അതെപ്പോഴാണ് കിട്ടുക? അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ GST മുഖേന അങ്ങോട്ട് പിടിക്കുക, ടാക്സ് ഷെയർ വെട്ടിക്കുറക്കുക, പദ്ധതി വിഹിതം. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ കണ്ടില്ലേ? 1,25,000 കോടി വെച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ 86,000 കോടിയാണ്. അതിൻ്റെ മുൻപത്തെ ഫില്ലോവർ, അതിനകത്ത് നിന്ന് സ്പില്ലോവർ എടുത്ത് കളഞ്ഞിട്ട് 20,000 കോടിയോളം മുൻ വർഷത്തെ ഇത് ബാക്കിയാണ് കിട്ടാൻ. 60,000 കോടിയോളം. 1,25,000 കോടിയിൽ നിന്ന് NREGയുടെ എംപ്ലോയ്മെൻറ്റ് റൂറൽ ഗ്യാരണ്ടി ആക്ടിൻ്റെ കാശ് കുറച്ചിട്ട് 60,000 കോടിയിൽ എത്തിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് എങ്ങനെയാണ് NREG വർക്കേഴ്സിന് 100 ദിവസത്തെ ജോലി കൊടുക്കുക? നിങ്ങൾ പറയുമ്പം ഒരു പാർട്ടിസാനായിട്ട് പറയരുത് ദയവായിട്ട് ആരും. നമ്മുടെ നാട്ടിലെ യഥാർത്ഥ സ്ഥിതി കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പൊളിറ്റിക്കലാവുന്നതെന്നുള്ള മനസ്സിലാക്കിയിട്ട്, അല്ലാണ്ട് ഞാൻ CPMന് വേണ്ടി വാദിക്കുകയോ അല്ലെങ്കിൽ BJPക്കെതിരായിട്ട് വാദിക്കാൻ വേണ്ടി പറയുകയോ കോൺഗ്രസിനെതിരായി, അങ്ങനെയല്ലത്. യഥാർത്ഥ വസ്തുത ഇതാണ്. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വിഹിതം കിട്ടിയാലേ സാമൂഹ്യക്ഷേമ നടപടികൾ തുടരാൻ പറ്റുള്ളൂ. അത് ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങാൻ നമ്മൾ ശക്തമായ സമരം കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവിടെ ആര് ഭരിച്ചാലും. പക്ഷേ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കൃത്യമായും കിട്ടിയാലേ നമുക്കിതെല്ലാം നടപ്പിലാക്കാൻ കഴിയൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത്, നിങ്ങളല്ലേ തരേണ്ടത് എന്ന കേവല യുക്തി പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക? ഇതാണ് നമ്മൾ പറയുന്നത്. ആശാ വർക്കർമാരുടെയും അംഗൻവാടി വർക്കർമാരുടെയും എല്ലാം സമരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട്, അത് ഏതെങ്കിലും പാർട്ടിക്കെതിരായിട്ടൊന്നുമല്ല.
നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ആ സമരം നടത്തി കിട്ടാനുള്ളത് അവിടുന്ന് മേടിച്ചെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ വിതരണം ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം, ഇന്നലത്തെ ആരോഗ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തെക്കുറിച്ച് ഇപ്പോൾ വലിയ പ്രത്യാരോപണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബുധനാഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ സമയം തേടിയിരുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ക്യൂബൻ പ്രതിനിധി സംഘത്തെ സന്ദർശിക്കലായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി. അപ്പോൾ ടീച്ചറെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്? ബഹുമാനിയായിട്ടുള്ള ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ, കേന്ദ്രമന്ത്രിയെ കാണാനാണ് ഇവിടെ വന്നത്, അപേക്ഷ നൽകിയിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല എന്നുള്ളത്. കേന്ദ്രമന്ത്രി സമയം അനുവദിക്കേണ്ടതല്ലേ? ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ വരുന്നു, അപ്പോൾ ആ സമയത്ത് ഒരു 10 മിനിറ്റ് അവരെ കണ്ട് സംസാരിക്കാൻ. അദ്ദേഹം വളരെ നല്ല തിരക്കുള്ള ആളാണ്, JP നദ്ദ സാറ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ അതിനിടയിൽ ഒരു സംസ്ഥാന മന്ത്രി വന്നാൽ ഒരു 10 മിനിറ്റ് അവരുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം സമയം കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അവർ അപേക്ഷിച്ചിരുന്നു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് സമയം കൊടുക്കേണ്ടതാണ്, കൊടുത്തില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ കാര്യം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക? ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണുന്നത് അതിനുശേഷമുള്ള സമയമാണ്. അതിന് ഏത് സമയം കേന്ദ്രമന്ത്രിയുടേത് കിട്ടിയാലും സംസ്ഥാന ആരോഗ്യമന്ത്രി അവിടെ കേന്ദ്രമന്ത്രിയെ കാണുമായിരുന്നു. അത് ഒരുപക്ഷെ ക്യൂബൻ സംഘത്തെ കാണാൻ നിശ്ചയിച്ച സമയത്താണെങ്കിൽ പോലും അത് ഉപേക്ഷിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനൊരു സമയം അനുവദിച്ച് കിട്ടിയില്ല എന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, സമയം കൊടുക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം.